നമസ്കാരം. പത്തനംതിട്ടയില് പോലീസ് സേനയിലുള്ള ഒരു ചെകുത്താൻ ആളുമാറി എന്ന് പറഞ്ഞ് ഒരു ദമ്പതി കുടുംബത്തെ, അതായത് കല്യാണത്തിന് പോയ ഒരു കുടുംബത്തെ ആക്രമിച്ചത് ഇന്നലെയാണ്. തല പൊട്ടി സ്ത്രീകളടക്കമുണ്ട്, സ്ത്രീകളും കുട്ടികളും അടക്കം നിൽക്കുമ്പോൾ അവരെ കാണാൻ കഴിയാത്ത ഒരു പിശാച്. കാര്യം ഇത് കണ്ടാൽ മനസ്സിലാകാത്ത തലയ്ക്ക് ഭ്രാന്തുള്ളവന്മാരെ പിടിച്ച് ആരാ പോലീസിലാക്കിയെന്ന് അറിയില്ല. സ്ത്രീകളെയും കുട്ടികളെയും അവരെയൊക്കെ കണ്ടു കഴിഞ്ഞില്ല, അവർ കുടുംബത്തോടൊപ്പം നിൽക്കുന്നവരെ കണ്ടാൽ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവനെയൊക്കെ പോലീസുകാരൻ ആരാ വിളിക്കുന്നത്? മര്യാദക്കുള്ള പോലീസുകാർ കുറച്ച് പേരുണ്ട്, അവരെ പറയിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കുറെ ജന്തുക്കൾ ഉണ്ടായാൽ എന്താ ചെയ്യുക? അവിടെ എന്തോ അക്രമം നടന്നു, ബാറിന്റെ അവിടെ എന്തോ അക്രമങ്ങൾ നടന്നു എന്നൊക്കെയാണ് പറയുന്നത്. ആയിക്കോട്ടെ, നടന്നു, സമ്മതിച്ചു. അക്രമം നടത്തിയവരവിടെ, നിങ്ങൾ പോലീസുകാർ വരൂ, ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കാം, നിങ്ങളെ അടി വാങ്ങാനായിട്ട് ഞങ്ങളിവിടെ കാത്തു നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുക. അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൂട്ടർ നിൽക്കുമ്പോൾ അത് ആരാണ് എന്താണെന്ന് അന്വേഷിക്കാതെ വന്ന് അടിച്ചു നിരത്തുക ചെയ്യുന്നത്. റോഡിൽ ഇങ്ങനെ നിൽക്കുന്നവരെ തല്ലാൻ ആരാണ് ഇവനൊക്കെ അധികാരം കൊടുത്തത്? എന്നിട്ട് ആള് മാറി അടിച്ചു. ആള് മാറി ആരും കയറിയും അടിക്കാമെന്നാണോ പറയുന്നത്? പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ ജിനു എന്ന് പറയുന്ന ഒരു ജന്തുവാണ് അത്ര ഇങ്ങനെ നേതൃത്വം കൊടുത്തത്. യൂണിഫോം ഒന്നും എടുത്തിട്ടില്ല. ഒരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ നേരെ ചെല്ലുക. പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തൽക്കാല ബോധവും പൊക്കണവുമുള്ള ആൾക്കാർ, അവരെയാണ് പോലീസ് എന്ന് പറയുന്നത്. ഈ സമൂഹത്തിലെ ഏറ്റവും മാന്യമായും പക്വമായും പെരുമാറുന്നവരും മനുഷ്യനെയും അതുപോലെ മറ്റുള്ളവരും തിരിച്ചറിയാൻ കഴിയുന്നവരും അവരെയാണ് പോലീസുകാരെന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ളവരുണ്ട്. ഇതിനു മുമ്പ് മറ്റൊരു വാർത്ത കേട്ടിരുന്നു. ഒരു SIയെ ഒരു +2 വിദ്യാർത്ഥി കഴുത്തിന് പിടിച്ച് നിലത്തടിച്ചു. അന്നൊക്കെ ഞങ്ങളൊക്കെ കരുതിയിരുന്നത് ഈ കുറ്റവാളികൾ നടത്തുന്ന ലഹരിയുടെയും അല്ലാതെയുമുള്ള ആ ഒരു പെരുമാറ്റമുണ്ടല്ലോ, ആ പെരുമാറ്റം കൊണ്ട് ഒരു പക്ഷെ സംഭവിക്കുന്നതാകാം, അതിന്റെ ഭാഗമായിട്ടാണ് ആയിരിക്കാമെന്നാണ്. പക്ഷെ അങ്ങനെ അടിച്ച പോലീസുകാരൻ ഈ SI ജിനു എന്ന് പറഞ്ഞ ജന്തുവാണ് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും തോന്നിയാസം ആ വിദ്യാർത്ഥിയുടെ മണ്ടയിൽ എടുത്തിട്ടുണ്ടാവും. അവൻ പ്രാണൻ രക്ഷിക്കാൻ, ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു ഒറ്റ അടി കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കഴുത്തിൽ തൂക്കി നിലത്ത് അടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ അങ്ങനെ സംശയിക്കേണ്ടി വരികയാണ്. ഇയാൾ കാണിച്ചത് പക്കാ തോന്നിയാസമല്ലേ? റോഡിൽ നിൽക്കുന്നവർ, വണ്ടിയും കൊണ്ടിട്ട് നിൽക്കുന്നവർ, അതിൽ കുറച്ച് ആൾക്കാർ പുറത്തിറങ്ങി സെൽഫി എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അക്രമികൾ ഇങ്ങനെ സെൽഫി എടുത്ത് കളിക്കാൻ നിൽക്കൂല എന്നറിയാത്ത മന്ദബുദ്ധിയാണോ ഈ ജിനു എന്ന് പറയുന്ന പോലീസുകാരൻ SI? എന്നിട്ട് അതിന്റെ കൂടെ കുറെ പിശാചുക്കളും, എന്നിട്ട് അടിച്ചു നിരത്തുക. ഒരു ഭാര്യയും ഭർത്താവും അവർ ഓടുകയാണ് പ്രാണരക്ഷാർത്ഥം. ഓടുമ്പോൾ അവർ ഓടിച്ചിട്ട് അടിക്കുക, എന്നിട്ട് തലയടിച്ച് പൊട്ടിക്കുക, ആ പെണ്ണിനെ ഷോൾഡർ തച്ച് പൊളിക്കുക, ഓടി വീണിട്ട് അവിടെ ഇട്ട് അടിക്കുക. ഈ സ്ത്രീകളും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ബാറിൽ കലാപം ഉണ്ടാക്കുന്നത്. ഇതൊക്കെ കാട്ടിക്കൂട്ടി യാതൊരു എളുപ്പമില്ലാതെ പറയുന്ന ആള് മാറിയിട്ടാണ്. ആള് മാറിയിട്ട് എന്ത് തോന്നിയ സംഘം കാണിക്കാന്ന? ഇവരൊക്കെ കല്യാണം കഴിച്ചതല്ലേ? ആ സമയത്തും ഇല്ലാത്ത ഒരാൾ മാറ്റം എങ്ങനെ ഇവിടെ ഉണ്ടാകുന്നത്? ശിക്ഷിക്കപ്പെടണം, കഴുത്തിൽ പിടിച്ച് പുറത്താക്കണം. അതായത് ഇവരൊന്നും ഇനി പോലീസുകാരായിട്ട് വേണ്ട. ഇനിയിപ്പോ സംഭവിക്കാൻ പോണ എന്താണ്? എത്ര വലിയ പാതകം ചെയ്താലും എമ്മാതിരി തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാലും പാർട്ടി അനുഭാവികളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരൊക്കെയാണ് ആവശ്യം. അവരെ സംരക്ഷിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടാവും. ഒന്നുകിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി സംരക്ഷിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് പുറത്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ വീണ്ടും എടുക്കും. ഇതൊക്കെ തുടങ്ങിയ കാലം നമുക്കറിയാമല്ലോ. നവകേരള സദസ് എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങിയത് ഇവിടെ. അതിനുശേഷമാണ് കേരളത്തിൽ ഇത്രയേറെ അക്രമങ്ങൾ തുടങ്ങിയത്. ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് ഒരു പേര് വിട്ടിട്ട് സകല അക്രമങ്ങൾക്കും പിണറായി വിജയൻ തുടക്കമിട്ടപ്പോൾ അത് ഇന്നും തുടരുകയാണ്, നിർബാധം തുടരുകയാണ്. പോലീസുകാർ അന്നു മുതലാണ് ക്രൂരന്മാരായത്. അടിച്ച് ആരും കിട്ടുക. യൂത്ത് കോൺഗ്രസിന്റെ നെഞ്ചത്തായിരുന്നു ആദ്യം കയറിയത്. അവിടെ മുതൽ അങ്ങോട്ട് തുടർന്ന് അടിച്ച് നിരപ്പാക്കി തല്ലെന്ന് പറഞ്ഞത് അതിനു വേണ്ടിയാണ് കേരള പോലീസ് എന്ന് ഒരു വിഭാഗത്തെ പഠിപ്പിച്ചു വെച്ചത് ഈ പിണറായി തന്നെയാണ്. പോരാഞ്ഞിട്ട് കുറെ DYFIക്കാരും കുറെ CPM പ്രവർത്തകരും അവരൊക്കെയാണ് ഈ ജീവൻ രക്ഷാ പ്രവർത്തനത്തെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതായത് സഖാവാണോ അല്ലെങ്കിൽ സഖാവിനെ അനുകൂലിക്കുന്ന പോലീസുകാരനാണോ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അവർ സംരക്ഷിക്കാനായിട്ട് വകുപ്പുണ്ട്. അതുകൊണ്ട് കേരളം എന്ന് പറഞ്ഞാൽ ഒരു അരാജകത്വത്തിലേക്കാണ് പോണത്. ഈ സാധുക്കൾ എന്ത് പഠിച്ചു? ഒരു വിവാഹ സംഘമാണ്. ആ സംഘത്തിൽ അവിടെ വന്ന് കുറച്ച് ആൾക്കാർ കാത്തു നിൽക്കുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം കുറച്ചുപേര് നിൽക്കുമ്പോൾ അതേതായാലും ഈ ഒരു അക്രമ സംഘമല്ല. കാരണം അതിൽ കുട്ടികളുണ്ടല്ലോ, സ്ത്രീകളുണ്ടല്ലോ, ഒരാകെ സാധ്യതയില്ല എന്നുപോലും തിരിച്ചറിയാത്ത കുറെ ചെകുത്താന്മാരെ യൂണിഫോം ഇടാതെയും ഇട്ടുമൊക്കെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. ഈ വന്ന പോലീസുകാരൻ കുറെയൊക്കെ കള്ളു കുടിച്ച് ഉന്മത്തരായി എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും മെഡിക്കൽ ചെക്കപ്പ് നടത്തിയല്ലെന്ന് അറിയില്ല. ഇതിന് തൊട്ടടുത്ത് കഴിഞ്ഞ മാസമാണ് എരുമേലിയിൽ മറ്റൊരു ചെറുപ്പക്കാരനെ ഇതുപോലെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചത്. ഒരു വക്കീലിന്റെ കയ്യിൽ കിട്ടിയതുകൊണ്ട് മാത്രം അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. ആ ജയിലിൽ ഒരു ദിവസമേ കഴിഞ്ഞുള്ളൂ എന്നുണ്ടെങ്കിലും 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ആ ജയിലിൽ അയാൾ അനുഭവിച്ച കഷ്ടങ്ങൾ ചില്ലറയൊന്നുമല്ല. ഒരു തടവ് പുള്ളിയെ കിട്ടിക്കഴിഞ്ഞാൽ കൂടെയുള്ള പുള്ളികൾ ഏത് രീതിയിലാണ് പെരുമാറുന്നതെന്ന് അറിയാലോ. ഒരു DYSP ഹരികുമാർ എന്ന് പറഞ്ഞ ഒരു DYSP ജയിലിൽ റിമാൻഡിൽ പോയി കഴിഞ്ഞാൽ ഈ തടവുകാർ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾ എന്താണെന്ന് അറിയാവുന്നത് കൊണ്ട് ആത്മഹത്യ ചെയ്ത നാടത്. അപ്പൊ അത്തരം ഒരു സ്ഥലത്തേക്ക് എരുമേലിയിൽ ഇതുപോലൊരു പോലീസ് ഗുണ്ട മുമ്പ് ഒരാളെ പറഞ്ഞു വിട്ടിരുന്നു. യൂണിഫോം ഇട്ട ഒരു ഗുണ്ട, നമ്മളെല്ലാം കണ്ടതാണ്. ആ വീഡിയോ ദൃശ്യങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ വീഡിയോ ദൃശ്യങ്ങൾ എടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ചെറുപ്പക്കാരൻ ഇപ്പോഴും ജയിലിൽ കിടന്നേനെ കുറ്റവാളിയായിട്ട്. എന്തിനാണ് ഈ പോലീസുകാർ ഇവിടെ? ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനും ആപത്തിൽ അവരെ സഹായിക്കാനും വേണ്ടിയല്ലേ ഇവിടെ പോലീസ് സംവിധാനം ഉള്ളത്?
അല്ലെങ്കിൽ അതിനല്ലേ അവരെ ഇവിടെ നിയമിച്ചേക്കുന്നത്? അല്ല പിന്നെ എന്തിനാണ്? അക്രമികളെ അമർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ളവരെ പിടിക്കുമ്പോൾ കള്ളനെയും കൊള്ളക്കാരനെയും ഒക്കെ അടിച്ചമർത്തുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പിടിക്കപ്പെടുന്നവൻ അല്ലെങ്കിൽ അടിക്കപ്പെടുന്നവൻ അവരെ മുന്നിൽ നിൽക്കുന്നവൻ ആരാണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധമുള്ളവനെ അല്ലേ പോലീസുകാരെന്ന് നിയമിക്കേണ്ടത്? ഭാര്യയും ഭർത്താവും കൂടെ പ്രാണരക്ഷാർത്ഥം ഓടി അടിയും കൊണ്ട് എന്നിട്ട് വീണ് കഴിഞ്ഞപ്പോൾ വീണെടുത്തിട്ട് അടിക്കുക, തല പൊട്ടിക്കുക, തുന്നുണ്ടാക്കുക, ആ ഭാര്യയുടെ ഷോൾഡർ അടിച്ച് പൊട്ടിക്കുക. ഇനി 1.5 മാസം റെസ്റ്റ് വേണമെന്നാണ് പറയുന്നത്. ഈ കുട്ടികളുടെ കാര്യങ്ങൾ, അവിടെ വീട്ടിലെ കാര്യങ്ങൾ ആര് നോക്കും? യവന്മാരെയൊക്കെ അച്ഛന്മാരെ കൊണ്ട് പറഞ്ഞുകൂടെ അവിടെ പണിയെടുത്തു കൊടുക്കാൻ, പെരയിലെ പണിയെടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്? പിരിച്ചുവിടണം. ജിനു ഒന്നാളെ ചെകുത്താൻ പോലീസ് സേനലിന് വേണ്ട, കൂടെയുള്ള കുറച്ച് ചെകുത്താന്മാരും ഉണ്ട്. ഇങ്ങനെയുള്ളവരൊന്നും വേണ്ട. ആളും മനുഷ്യനും തിരിച്ചറിയാൻ കഴിയാത്ത, മനുഷ്യന്മാരെ തിരിച്ചറിയാൻ കഴിയാത്ത ആൾക്കാർ ഒരിക്കലും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യമില്ല. ഒരുപാട് പേർ, ധാരാളം പേർ ഇതിൽ മര്യാദയ്ക്ക് പോലീസുകാരായി പണിയെടുക്കുന്നുണ്ട്, ശരിക്കും പോലീസുകാരായിട്ട്. അവരെ പോലെ പണിയെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവനെയൊക്കെ പിടിച്ച് പുറത്താക്കണം, എന്നിട്ട് പറ്റുന്ന ആൾക്കാരെ നിയമിക്കണം. അതാണ് വേണ്ടത്. അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ പിണറായി ഇറങ്ങിപ്പോയിട്ട് പറ്റുന്ന ആൾക്കാരെ പിടിച്ച് കയറ്റി വെക്കണം. എവിടെ? തലവിധി. Different angles. Don't forget to subscribe and support this channel.